എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2081 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഡോക്ടർ PY സജിമോൻ BHMS, കൺസൾട്ടന്റ് ക്യാൻസർ യൂണിറ്റ്, ഗവൺമെന്റ് ഹോമിയോപ്പതിക് ഹോസ്പിറ്റൽ, കുറിച്ചി, കോട്ടയം. മെഡിക്കൽ ഓഫീസർ, ആയുഷ് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ഹോമിയോപ്പതി, വാഴൂർ, കോട്ടയം. 26 വർഷത്തെ ചികിത്സാ പരിചയം. ക്യാൻസർ ചികിത്സയിൽ ബയോകെമിക്കലുകളുടെ പങ്ക് എന്ന വിഷയത്തെ ക്ലാസ് എടുക്കുന്നതിന് PY സജിമോൻ ഡോക്ടറെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർക്ക് ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാമോ? കേൾക്കാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ബയോകെമിക്കൽ റെമഡിയും ഓൺകോളജി ആപ്ലിക്കേഷനുമാണ്. നമ്മൾ പ്രാഥമികമായിട്ട് ഹോമിയോപ്പതി പ്രാക്ടീസിൽ സോഷ്യൽ റെമഡി ഒരു സെക്കൻഡറി ആപ്ലിക്കേഷൻ എന്ന നിലയ്ക്കാണ് കൂടുതലും പ്രായോഗികമായിട്ട് പ്രാക്ടീസിൽ നടന്നു വരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പലപ്പോഴും പ്രധാനപ്പെട്ട മരുന്നുകളായ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ്, അതുപോലെ തന്നെ മറ്റ് ഡ്രെയിനേജ് റെമഡിയോടൊപ്പം ഒരു ബാലൻസ് ചെയ്യാൻ ആവശ്യമായ ഒരു തത്വാധിഷ്ഠിതമായ ഒരു മരുന്ന് ആപ്ലിക്കേഷൻ എന്ന നിലയ്ക്ക് ആണ് നമ്മൾ പലപ്പോഴും ബയോകെമിക്കൽ റെമഡീസിനെ കരുതുന്നു എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ക്യാൻസർ ചികിത്സാ രംഗത്ത് പ്രത്യേകിച്ച് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു റെമഡികളുടെ കൂട്ടമാണ് ബയോകെമിക്കൽ റെമഡി. പലപ്പോഴും നമ്മൾ പതോളജിക്കൽ ഇന്റർപ്രിട്ടേഷനിൽ കൂടെ അത് മനസ്സിലാക്കിയാൽ നമുക്കത് വളരെയധികം സാധിക്കും. ഏറ്റവും കൂടുതൽ വില്യം ബോറിക്കിന്റെ മെറ്റീരിയ മെഡിക്കയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതിൽ കിട്ടുന്ന വളരെയധികം പതോളജിക്കൽ സിംറ്റംസ്, പതോളജിക്കൽ വേർഡ്സ് ഇന്റർപ്രറ്റ് ചെയ്താൽ നമുക്കത് മനസ്സിലാകാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ ടോപ്പിക്ക് ക്യാൻസർ ചികിത്സയിൽ പ്രാഥമികമായിട്ട് തന്നെ ഉപയോഗിക്കുന്ന ബയോകെമിക്കൽ റെമഡീസിന്റെ ഒരു ഡിസ്കഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിലാദ്യമായിട്ട് തന്നെ നമ്മൾ ഫെറംഫോസിനെയാണ് നമ്മൾ വിവരിക്കുക ഉദ്ദേശിച്ചാൽ അത് ഫോസ്ഫേറ്റ് ഓഫ് അയൺ ആണ്, എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അപ്പം അതിൻ്റെ അകത്ത് കൂടുതലും ഒരു പതോളജിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന നിലയ്ക്ക് വേസ്റ്റിംഗ്, കൺസംപ്റ്റീവ്, കറ്റാറൽ അഫക്ഷൻസ്, പ്രത്യേകിച്ച് റെസ്പിറേറ്ററി ട്രാക്റ്റില്, അതുപോലെ ഹെമറേജ്, എനി ഓറിഫൈസ്, ബ്രൈറ്റ് കളർ, ഇങ്ങനെയാണത് കൂടുതലും അതിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു പതോളജിക്കൽ ഡിസ്ക്രിപ്ഷൻ കാണുന്നത്. ഇത് രണ്ടും വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു ഓൺകോളജി കേസിൽ വരുമ്പോൾ. പലപ്പോഴും നമ്മുടെ മുമ്പിൽ കണ്ടുവരുന്നത് ഡിസീസ് പ്രോഗ്രസ് ആയിക്കഴിഞ്ഞാൽ വെയിറ്റ് ലോസ്, കച്ചഷ്യ എന്നീ ലെവലിൽ വരുമ്പോൾ ശരീരത്തിനെ ക്ഷയിപ്പിക്കുന്നതും ദുർബലപ്പെടുത്തുന്നതുമായ കണ്ടീഷൻസിന് പ്രാഥമികമായിട്ട് ഏതവസ്ഥയിലും നമുക്ക് കൊടുക്കാവുന്ന ഒരു മരുന്നായിട്ടാണ് ഫെറംഫോസിനെ നമ്മൾ കരുതേണ്ടത്. അത് ആധുനികമായിട്ടൊന്നും കണ്ടുപിടിച്ച വില്യം ബോറിക്കിന്റെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഇത് വിവരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഫെറംഫോസിൽ കൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാലി മൂറിലേക്ക് നടന്നു കഴിയുമ്പോൾ, ഞാൻ പ്രത്യേകമായിട്ട് പറയുന്ന ഒരു ഓൺകോളജി പര്യടനത്തിലൂടെ സോഷ്യൽ റെമഡിയെ പരിശോധിക്കുമ്പോൾ ഉള്ള ഒരു ഡിസ്കഷനാണിത്. അതൊരു പൊതുവായിട്ടുള്ള രീതിയിൽ പറയേണ്ടതില്ലാത്ത അതുകൊണ്ട് തന്നെയാണ്. കാലിമൂർ എന്ന് പറയുന്നത് ക്ലോറൈഡ് ഓഫ് പൊട്ടാഷ്യമാണ്. അത് പലപ്പോഴും അതിൻ്റെ ഒരു
റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഫൈബ്രിനസ് എക്സുഡേഷൻ ആൻഡ് ഗ്ലാൻഡുലാർ സെല്ലിംഗ് എന്നാണ് പറയുന്നത്. അത് പലപ്പോഴും ഹോട്ട്കിൻസ് കണ്ടീഷൻസിലാണ് കൂടുതലും ഈ അവസ്ഥ കാണുന്നത്. ഫൈബ്രിനസ് എക്സുഡേഷൻ കൂടുതലും അത് അതിൻ്റെ ഒരു പതോളജി എന്ന് പറയുന്നത് ക്യാൻസറിലെ ഫൈബ്രിൻ റിച്ച് ഫ്ലൂയിഡ് ബ്ലഡ് വെസൽസിൽ കൂടെ ലീക്ക് ഔട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിൽ കൂടെ ബോഡി ടിഷ്യൂസിലേക്ക് വരുന്നു. കാരണം അതൊരു ട്യൂമർ കൊണ്ടാണ് അങ്ങനെ കണ്ടുവരുന്നത്. അതാണ് അതിൻ്റെ പുറകിലുള്ള പതോളജി. അതാണ് കൃത്യമായിട്ട് തന്നെ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ദൂരവ്യാപകമായ അർത്ഥവത്തായ കാര്യങ്ങൾ നമുക്ക് അന്നേരപ്പോഴാണ് മനസ്സിലാകുന്നത്. അപ്പൊ അത് ഡിപ്പോസിറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റിക്കി ഡിപ്പോസിറ്റ്സ് ആയിരിക്കും, ക്ലൗഡി ഫ്ലോയിഡ് ആയിരിക്കും. അത് ക്യാൻസറിൽ നമ്മൾ കൂടുതൽ വാസ്കുലാർ പെർമിബിലിറ്റി ഫാക്ടേഴ്സിനെ ആശ്രയിച്ചായിരിക്കും. ആ ട്യൂമർ റിലീസ് ചെയ്യുന്ന വാസ്കുലാർ പെർമിബിലിറ്റി ഫാക്ടറിനെ ആശ്രയിച്ചായിരിക്കും ഇത് ബ്ലഡ് വെസൽസിൽ കൂടെ അത് ലീക്ക് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പ്ലാസ്മ പ്രോട്ടീൻസ് ആൻഡ് ഫൈബ്രിനോജൻ എസ്കേപ്പ് ചെയ്യുന്ന ആ മെക്കാനിസം എന്ന് പറയുന്നത്. കൂടുതലും അത് ഇൻഫ്ലമേഷൻസിലും നെക്രോസിസിലും ഇത് കണ്ടുവരുന്നു. ഇതിന് പര്യാപ്തമായ ഒരു റെമഡിയാണ് കാലിമൂറ. അത് രണ്ടാമത് വിവരിക്കുമ്പോൾ മാലിഗ്നന്റ് എഫ്യൂഷന് വളരെ ഫലപ്രദമായ ഒരു മരുന്നായിട്ടാണ് കാലിമൂറിനെ വിവരിക്കുന്നത്. അത് കൂടുതലും എഫ്യൂഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഫൈബ്രിനസ് പ്ലൂറൈറ്റിക് എഫഷൻസ് കോമൺ ഇൻ മീസോത്തീലീമിയ, അതുപോലെ ലങ് അഡിനോകാർസിനോമയിലും ഒവേറിയൻ ക്യാൻസർ, പെരിറ്റോണിയൽ ക്യാൻസർ എന്നീ ലെവലിലുള്ള ക്യാൻസറുകൾക്കെല്ലാം ഈ എഫ്യൂഷൻസിന് വളരെ ഫലപ്രദമായിട്ട് ഒരു ഡോക്ടർ നിശ്ചയിക്കുന്ന രീതിയിൽ മെയിൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രഗിനോടൊപ്പം സപ്പോർട്ടീവായിട്ടാണ് കാലിയമോർ കൊടുക്കേണ്ടതാണ്. ഇതാണ് ഇതിൻ്റെ കൂടുതലായിട്ടും കാലിയമോറിൽ വിവരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പലപ്പോഴും ഒരു പ്രാക്ടീസ് ലെവലിൽ ഹിസ്റ്റോളജി ഇന്റർപ്രിട്ടേഷൻ ഒക്കെ വരുമ്പോൾ ഹിസ്റ്റോളജിയിൽ വിവരിക്കുന്നത് സ്ട്രിക്കിൻ ഫൈബ്രിൻ എക്സുഡേഷൻ അല്ലെ ഡിപ്പോസിറ്റ് ഇൻ സ്ട്രോമ ഇങ്ങനെ വിവരിക്കും. ആ സ്ലൈഡ് നമ്മൾ പലപ്പോഴും പ്രാക്ടീസിൽ ഈ സ്ലൈഡ് നമ്മൾ വായിച്ചെടുക്കുമ്പോൾ ട്യൂമറിന്റെ സെഷൻസ് എടുക്കുമ്പോൾ സ്ട്രിക്കിൻ ഫൈബ്രിനസ് എക്സുഡേഷൻ ഇൻ സ്ട്രോമ എന്ന് കണ്ടാൽ അത് കൂടുതലും പാപ്പുലറി തൈറോയിഡ് ക്യാൻസറിനും റീനസ് സെൽ കാർസിനോമയ്ക്കും ഗ്ലയോബ്ലാസ്റ്റോമയ്ക്കും ഇത് കണ്ടുവരുന്നത്. ഈ ലെവലിലെല്ലാം കാലിമൂർ ഇൻഡിക്കേറ്റഡ് ആണ്, പതോളജിക്കൽ ഇൻഡിക്കേഷൻ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ട്രൗസേഴ്സ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അത് ഈ ത്രോംബോഫ്ലബൈറ്റിസ് വന്ന് സിസ്റ്റമിക് ഫൈബ്രിൻ ഡിപ്പോസിറ്റ്സ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ട്രൗസേഴ്സ് സിൻഡ്രോം. ഇത് കൂടെ അഡിനോ കാർസിനോമയിലൊക്കെയാണ് കണ്ടുവരുന്നത്. അത് സിസ്റ്റമിക് ഫൈബ്രിൻ ഡിപ്പോസിറ്റ് കൊണ്ട് വരുന്നതാണ്. ഈ കണ്ടീഷന് കാലിമൂർ ഇൻഡിക്കേറ്റഡ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹോട്ട്കിൻസ് ഫൈബ്രിനസ് എക്സുഡേഷൻ ആൻഡ് ഗ്ലാൻഡുലർ സെല്ലിംഗ് എന്നാണ് കാലിമൂറിൽ വില്യം ബോർക്ക് വിവരിക്കുന്നത്. ആ ലെവലില് കൂടുതലും ഹോട്ട്കിൻസ് ഗ്ലാൻഡുലർ സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഹോട്ട്കിൻസ് ഒരു പെയിൻലെസ് ഫേം സോഫ്റ്റ് അതിൻ്റെ റബ്ബറി ലൈക്ക് ലിംഫിനോഡ് എൻലാർജ്മെന്റ് ഒക്കെ ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് കൂടുതലും നെക്കിലും കോളർ ബോണിലും ആംപിറ്റിലും ഗ്രോയിൻസിലുമാണ് ഇത് കണ്ടുവരുന്നത്. ഇത്തരം ഗ്ലാൻഡുലാർ സെല്ലിങ്സിന് നമ്മൾ പ്രോബബിളി കാലിമൂർ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം അതുപോലെ തന്നെ ഈ സെല്ലിങ്സ് സൂപ്പർഫിഷ്യൽ ഹോട്ട്കിൻസിന്റെ നമ്മൾ കണ്ടുവരും. എന്നാൽ ചില ഹോട്ട്കിൻസിന് ഡീപ്പ് ടിഷ്യൂ സെല്ലിങ്സ് കാണാറുണ്ട്. അപ്പോൾ രോഗി വരുമ്പോൾ ഹോട്ട്കിൻസ് സിംറ്റംസ് ആയിട്ട് വരുമ്പോൾ സൂപ്പർഫിഷ്യലായിട്ട് ലിംഫഡിനോപ്പതിയുടെ ലെവലാണ് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞത്. എന്നാൽ ഡീപ്പ് ടിഷ്യൂ സെല്ലിങ്സ്
അത് നോട്ട് വിസിബിൾ ആയിരിക്കും, നമുക്ക് കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കും. പക്ഷെ അത് ചില സിംറ്റംസിൽ കൂടെ ആയിരിക്കും. ഹോട്ട്കിൻസ് കണ്ടുപിടിച്ചിട്ട് പലപ്പോഴും വിട്ടുമാറാത്ത ചുമയും, എപ്പോഴും ഉള്ള ചെസ്റ്റ് പെയിന്, ശ്വാസതടസ്സം, ശ്വാസം മുട്ടൽ എന്നിവയായിരിക്കും ആ രോഗി കണ്ടുവരുന്നത്. ഈ ലെവലിലും നമ്മൾ കാലിയമോറിനെ ചിന്തിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഹോട്ട്കിൻസ് ലിംഫോമ പലപ്പോഴും നമ്മൾ പ്രാക്ടീസിലൊക്കെ കണ്ടുവരുന്നതാണ്. അലോപ്പതി കീമോതെറാപ്പി ഒക്കെ കൊടുത്തു കഴിഞ്ഞ് രോഗികൾ ആശ്വാസം കിട്ടാതൊക്കെ എല്ലാവരുടെ അടുത്ത് വരാറുണ്ട്. അത് നമ്മൾ കൂടുതലും ആൽക്കഹോളിസം ഒക്കെ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ പറയുന്നത് ഈ പെയിൻലെസ് ആയിട്ട് വരുന്ന ഹോട്ട്കിൻസ് ആൽക്കഹോൾ എടുക്കുമ്പം ഒരു ഫ്യൂ മിനിറ്റ്സിലേക്ക് പെയിൻഫുൾ ആയിരിക്കും. അത് പ്രത്യേക ഒരു ഇൻഡിക്കേഷനാണ് ഹോട്ട്കിൻസ് ലിംഫോമ ആയിരിക്കുക. ആ ഇൻഡിക്കേഷൻസും നമ്മൾ വളരെ അർത്ഥവത്തായിട്ട് ചിന്തിച്ചാൽ ആ കാലിയമോറിന്റെ പര്യടനത്തിൽ ഒതുങ്ങുന്നതായ കണ്ടീഷൻസ് ആണ് ഞാനിത് പറഞ്ഞത്. പിന്നെ പ്രധാനമായിട്ട് ക്യാൻസർ ചിന്തിക്കേണ്ടതായിട്ട് വരുന്ന മരുന്നെന്ന് പറയുന്നത് സൈലീഷ്യയാണ്. സൈലീഷ്യയെ പറ്റി നമുക്ക് വളരെയധികം ചിന്തിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ഡെയിലി പ്രാക്ടീസിൽ ഒഴിച്ചുകൂടാൻ മേലാത്ത ഒരു പ്രധാനപ്പെട്ട ഡ്രഗാണ് സൈലീഷ്യ. അത് ക്യൂസ്ലർ റെമഡിയുടെ അതിര് വിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് തന്നെയാണ്. പലപ്പോഴും സൈലീഷ്യ സിക്സസ് ഒക്കെ നമ്മൾ മറ്റ് അഡീഷണൽ ആയിട്ടൊക്കെ കൊടുക്കാറുമുണ്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു പതോളജിക്കൽ ലെവലിൽ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിഫക്റ്റീവ് ന്യൂട്രീഷൻ എന്നാണ് ആദ്യം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇൻ ക്യാൻസർ പേഷ്യൻസിലാണെങ്കിൽ ബേസിക്കലി പിന്നെ ക്യാൻസർ പേഷ്യൻസിന് മാൽന്യൂട്രീഷനും കാച്ചഷിയായും കോമൺലി 40 തൊട്ട് 80% പേരിലും സംജാതമാകുന്നതാണ്. അപ്പൊ ഈ ഡിഫക്റ്റീവ് ന്യൂട്രീഷന്റെ ഒരു ഡിവിഷനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ മാൾ അബ്സോർഷൻ സ്റ്റേജസ് ആണ് കൂടുതലും ആ പേഷ്യൻസിൽ വരുന്നത്. പ്രത്യേകിച്ച് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ട്യൂമർ ഉള്ളവര്, അതുപോലെ റേഡിയേഷൻ കഴിഞ്ഞ് എൻഡറൈറ്റിസ് വരുന്ന കണ്ടീഷൻസിന്, പാൻക്രിയാറ്റിക് ഇൻസഫിഷ്യൻസി, അതുപോലെ കുടലിലെ സൂക്ഷ്മാണു നല്ല ബാക്ടീരിയയും ഉപയോഗമില്ലാത്ത ബാക്ടീരിയയും തമ്മിലുള്ള അസന്തുലിതാവസ്ഥ, അതിന് പറയും ഗട്ട് ഡിസ്ബയോസിസ് എന്നാണ് പറയുന്നത്. അത് കൂടുതലും അതുകൊണ്ട് അബ്സോർഷൻ ഇമ്പയർഡ് ആവുകയും മാൾ അബ്സോർഷൻ സ്റ്റേജ് വരികയും ചെയ്യുന്നു. ഇത് കോമൺലി ക്യാൻസർ പേഷ്യൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസിലെല്ലാം കണ്ടു. പ്രത്യേകിച്ച് ഗട്ട് ഡിസ്ബയോസിസ് ലെവലിലൊക്കെയും ഈ മാൾ അബ്സോർഷൻ സ്റ്റേജ് വരുന്നത്. ഇതിന് ഫലപ്രദമായ ഒരു മരുന്നാണ് സൈലീഷ്യ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾക്ക് ക്യാൻസർ കേസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടമായി കണ്ടുവരുന്ന ക്യാൻസർ കച്ചശയാണ്. ക്യാൻസറിന്റെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ക്യാൻസർ പേഷ്യൻസ് ക്ഷീണിക്കുകയും ഒക്കെ വരുന്നു. ഇതിനൊക്കെ ഫലപ്രദമായ ഒരു നിർദ്ദേശങ്ങൾ വെക്കാൻ പറ്റിയ റെമഡീസ് ആണ് ഈ വിവരിക്കുന്നതെല്ലാം. ക്യാൻസർ കച്ചശ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്നത് സ്കെലിറ്റൽ മസിന്റെ ലോസ് ആണ്. അത് കൂടുതലും അതിൽ നിന്ന് ഫാറ്റ് തിരസ്കരിക്കപ്പെടുന്നു. 5% തൊട്ട് ഓരോ മാസവും വെയിറ്റ് ലോസ് ഈ പേഷ്യൻസിലെ കണ്ടുവരുന്നു. അതുപോലെ ബേസൽ മെറ്റാബോളിക് ഇൻഡെക്സിലും വ്യത്യാസം വരുന്നു ഈ രോഗികൾക്ക്. അങ്ങനെ വന്ന് പേശികളുടെ നാശങ്ങള് സംജാതമാകുന്നു. അതിനെയാണ് സാർക്കോപീനിയ എന്ന് പറയുന്ന കണ്ടീഷൻ. സാർക്കോപീനിയ അത് മസിൽ മാസ് ലോസ് ആവുകയും നമ്മുടെ ശരീരത്തിന്റെ സ്ട്രെങ്ത് കുറയുകയും ചെയ്യുന്നു. അത് കൂടുതലും നമ്മൾ CT സ്കാനിലെ ഇന്റർപ്രട്ടേഷനിൽ കൂടാണ് ക്യാൻസർ കേസിന് അത് തുടക്കം മനസ്സിലാവുന്ന ഡോക്ടേഴ്സിനൊക്കെ. അതുപോലെ തന്നെ സൈലീഷ്യയുടെ ഏറ്റവും വലിയൊരു മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി എന്ന് പറയും. നമ്മൾ പലപ്പോഴും കോൺസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് വരുമ്പോൾ അയണ്, B12, ഫോളൈറ്റ്, വൈറ്റമിൻ D, സിങ്ക്, സെലിൻ എന്നിവയുടെ അഭാവമൊക്കെ ഈ മാൾ അബ്സോർഷൻ സ്റ്റേജിൽ മനുഷ്യന് സംജാതമാകുമ്പോൾ
ടോട്ടലി നമ്മൾ സൈലീഷ്യായത്തെ ചിന്തിക്കണം. മറ്റ് പെർമറ്റിനെ പറ്റി ചിന്തിക്കുമ്പോഴും കൽക്കേരിയ ഫോസിനെ പറ്റി ചിന്തിക്കുമ്പോഴും പെറംഫോസ് അതുപോലെ തന്നെ മറ്റ് അയൺ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ വൈറ്റമിൻ ഡി കൊടുക്കാനോ ഒക്കെ ഉള്ള അവർക്കും വരുമ്പോൾ ഈ മാൾ അബ്സോർഷനിൽ കൺട്രോളിങ്ങിൽ വരാൻ വേണ്ടി മാൾ അബ്സോർഷന് എതിരായിട്ട് പ്രവർത്തിക്കാൻ ഏറ്റവും നല്ല മരുന്ന് സൈലീഷ്യ തന്നെയാണ്, പ്രത്യേകിച്ച് ക്യാൻസർ പേഷ്യൻസ്. രണ്ടാമത്, ആദ്യം ഒരു ഡിഫക്റ്റീവ് ന്യൂട്രീഷൻ ലെവല് ഡിസ്ക്രൈബ് ചെയ്യുന്ന വില്യം ബോറിക്ക്, രണ്ടാമത് ക്യാരീസ് ആൻഡ് നെക്രോസിസ് ഓഫ് ബോൺ എന്നാണ്. അത് ക്യാൻസർ പേഷ്യൻസിൽ വളരെയധികം ആപ്ലിക്കേഷനാണ്. ഡയറക്റ്റ് ബോൺ ഇൻഫെക്ഷൻ ട്യൂമർ കൊണ്ടുണ്ടാകുന്നു. കാരണം പ്രൈമറി ബോൺ ക്യാൻസറിന് പ്രത്യേകിച്ച് ഓസ്റ്റിയോസാർക്കോമ, എവിൻ സാർക്കോമ, കോൺട്രോസാർക്കോമ എന്നീ ലെവലിലാണ് ട്യൂമർ ഡയറക്റ്റ് ഇൻവേഷന് കൊടുക്കുന്നത്. അതുകൊണ്ട് കൂടുതലും മെറ്റാസ്റ്റാസിസ് ബ്രസ്റ്റില്, പ്രോസ്റ്റേറ്റില്, ലങ്, കിഡ്നി, തൈറോയിഡ്, പിന്നെ മൈലോമ കേസില് ഇതിലൊക്കെ ഈ ബോൺ ഇൻവേഷൻ നടക്കുന്നത് ട്യൂമർ കൊണ്ടാണ്. അതുപോലെ തന്നെ കീമോ റേഡിയേഷൻ നെക്രോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്. അത് റേഡിയോ നെക്രോസിസ് ആണ് കണ്ടീഷനിൽ കൂടെ വരുന്നു. പതോളജിക്കൽ ഫ്രാക്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സെക്കൻഡറി മെറ്റാസ്റ്റസിസ് വരുമ്പോഴാണ് പതോളജിക്കൽ ഫ്രാക്ചർ ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് CT കൂടെ നമ്മൾ നോക്കും. പെർമച്ചർ ഡിസ്ട്രക്ഷൻ ഓഫ് പെരിയോസ്റ്റിയൽ റെസിസ്റ്റൻസ് എന്നാണ് സോഫ്റ്റ് ടിഷ്യൂ മെറ്റാസ്റ്റസിലും ഒക്കെ വിവരിക്കുന്നത്. പലപ്പോഴും CT ഇന്റർപ്രട്ടേഷൻ പ്രിമച്വർ ഡിസ്ട്രക്ഷനും പെരിയോസ്റ്റൽ ഇതിലൊക്കെ കാണുമ്പോൾ നമ്മൾ സൈലീഷ്യ പറ്റി ചിന്തിക്കണം. അത് കൃത്യമായിട്ട് തന്നെ നമ്മളത് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. മൂന്നാമത് ഉള്ള ഒരു സിംറ്റം എന്ന് പറയുന്നത് സപ്പറേറ്റീവ് പ്രോസസ്സ് എന്നാണ്. സപ്പറേറ്റീവ് പ്രോസസ്സ് സൈലീഷ്യയില് ഫസ്റ്റ് ഫോമിങ് ഡ്യൂ ടു ഇൻഫെക്ഷൻ, പ്രത്യേകിച്ച് ട്യൂമറിന്റെ അഭാവം കൊണ്ടും ഒക്കെ ഇത് നമുക്ക് കൂടുതൽ വരും. ട്യൂമർ പ്രത്യേകിച്ച് സൈലീഷ്യയുടെ ഇതുവരെ ട്യൂമർ അൾസറേഷൻ പ്ലസ് സെക്കൻഡറി ഇൻഫെക്ഷനിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ട്യൂമർ അൾസറേറ്റ് ചെയ്യുകയും സെക്കൻഡറി ഇൻഫെക്ഷനും കൂടെ വരുമ്പോൾ സൈലീഷ്യ പറ്റി നമ്മൾ ചിന്തിക്കണം. അത് കൂടുതലും അതിന്റെ പ്രസന്റേഷൻ എന്ന് പറയുന്ന ഫംഗേറ്റിംഗ് ഓർ അൾസറേറ്റിംഗ് ട്യൂമേഴ്സ് ആയിരിക്കും. അത് പ്രത്യേകിച്ച് ബ്രസ്റ്റ് കാർസിനോമയിലും വിത്ത് സ്കിൻ ഇൻവേഷനിൽ അത് കൂടുതൽ നമ്മൾ കണ്ടുവരാറുണ്ട്. ഹെഡ് ആൻഡ് നെക്കില്, അതുപോലെ അഡ്വാൻസ് കോളോറക്ടൽ ആൻഡ് ഏനൽ ക്യാൻസർ, സെർവിക്സ് ക്യാൻസർ ആൻഡ് സെർവിക്സ് ക്യാൻസർ വജൈനൽ എക്സ്റ്റൻഷനിലേക്ക് വരുന്ന സ്റ്റേജിലെല്ലാം ഈ ട്യൂമർ അൾസറേഷനും സെക്കൻഡറി ഇൻഫെക്ഷനും സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നു. ഇതിന് സൈലീഷ്യ വളരെ ഫലപ്രദമാണ്. അതുപോലെ ട്യൂമർ കൊണ്ട് ഒബ്സ്ട്രക്ഷൻ വരുന്നു. അത് കൂടുതലും എന്നിട്ട് ആ ഒബ്സ്ട്രക്ഷൻ വന്നിട്ട് ആബ്സസ് ഫോർമേഷൻ വരുന്നു. അത് കൂടുതലും വരുന്ന പാങ്ക്രിയാറ്റിക് CIക്കും അത് പാങ്ക്രിയാറ്റിക് ഡക്റ്റ് ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ടും പാങ്ക്രിയാറ്റിക് ആബ്സസ് അവിടെ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ കോളൻ ഒബ്സ്ട്രക്ഷൻ, കോളോറക്ടൽ ക്യാൻസർ വരുന്നത്, ഒബ്സ്ട്രക്റ്റീവ് ബ്രോങ്കസ് ലങ് ക്യാൻസറിൽ ഈ സ്റ്റേജിലൊക്കെ സെലീക്ക ഇൻഡിക്കേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഡയറക്റ്റ് ട്യൂമർ നെക്രോസ് വന്നാൽ ബാക്ടീരിയൽ കോളനൈസേഷൻ അവിടെ ഡെവലപ്പ് ചെയ്യുകയും ഇൻഫെക്ഷൻ കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും. ഇതിനെല്ലാം വളരെയധികം ഫലപ്രദമായിട്ട് തന്നെ സൈലീഷ്യയെ നമുക്ക് പങ്കെടുപ്പിക്കാവുന്നതാണ്. പിന്നെ വിവരിക്കുന്ന ഫിസ്റ്റുലസ് ബറോയിങ്, അതായത് ഫിസ്റ്റുല ഒരു കുഴി പോലെ രൂപാന്തരപ്പെട്ട് അത് അവിടെ ഒരു അബ്നോർമൽ ചാനൽ ഡെവലപ്പ് ചെയ്യും. ക്യാൻസർ കേസിലും അല്ലെങ്കിൽ തന്നെ മറ്റ് സാധാരണ പ്രാക്ടിക്കൽ കണ്ടീഷൻസിലും ഒക്കെ ഫിസ്റ്റുലസ് ബറോയിങ് നമ്മളത് വളരെയധികം വായിച്ച് വെറുതെ വിടുക എന്നുള്ള ഒരു കണ്ടീഷനാണ് ഡോക്ടേഴ്സിന്റെ ഇടയിലുണ്ട്. ഫിസ്റ്റുലസ് ബറോയിങ് എന്ന് പറഞ്ഞാൽ ആ ഫിസ്റ്റുലസ് കുഴി പോലെ ഡെവലപ്പ് ചെയ്ത് വരുന്നതിന്റെ ഒരു അവസ്ഥയാണ്. കൂടുതലും ക്യാൻസർ കേസിൽ നമ്മൾ കണ്ടുവരുന്നത് കോളോറക്ടൽ ക്യാൻസറിൽ
ഈ ഫിസ്റ്റുലസ് ചാനൽ ഡെവലപ്പ് ചെയ്തു വരുന്നു. റെക്ടോ വജൈനയിലും റെക്ടോ വെസിക്കലും എൻഡറോകുട്ടേനിയസ് പെരിയാനൽ റീജിയണിലും ഇത് കൂടുതൽ വരുന്നു. കാരണം അത് ഫീക്കൽ ഡിസ്ചാർജ് വജൈനയിൽ കൂടെ സ്കിന്നിൽ കൂടെയും വരുന്നു ഇത് കാരണം. അതുപോലെ തന്നെ സെർവിക്സ് ക്യാൻസറിൽ വെസിക്കോ വജൈനൽ ഓർ റെക്ടോ വജൈനൽ ചാനൽ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് യൂറിനും സ്റ്റൂളും ലീക്ക് ചെയ്യുന്നത് വജൈനയിൽ കൂടെയോ ഒക്കെ അനിയന്ത്രിതമായിട്ട് ലീക്ക് ചെയ്യുന്നു. ഈ കണ്ടീഷനിൽ അതുപോലെ ഓറോ സെർവിക്കൽ ക്യാൻസറിനൊക്കെ സലൈവായോ ഫുഡോ ട്രെയിനേജ് ചെയ്ത് വരുന്നു മറ്റു സ്ഥലത്ത് നെക്കിൽ കൂടെ ഒക്കെ. അതുപോലെ ബ്രസ്റ്റ് ക്യാൻസറിൽ പെർലന്റ് ബ്ലഡ് ഡിസ്ചാർജ് ചെസ്റ്റ് വോളിൽ കൂടെയും, പാൻക്രിയാറ്റിക് ക്യാൻസറിൽ അമൈലേസ് റിച്ച് ഫ്ലൂയിഡ് കൂടുതൽ കണ്ടുവരുന്ന സ്റ്റേജിലും ഈ കണ്ടീഷൻസിനെല്ലാം സൈലീക്ക ഇൻഡിക്കേഷനാണ് എന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഹെപ്പാറ്റിക് ആബ്സസിന് പ്രത്യേകമായിട്ട് തന്നെ പയോജനിക് ആബ്സസ് ആണേലും അതുപോലെ ബിലിയറി ഒബ്സ്ട്രക്ഷൻ കൊണ്ടും ട്യൂമർ കൊണ്ടും ബിലിയറി സ്റ്റാസിസ് ഓവർ ഗ്രോത്ത് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന കണ്ടീഷൻസിലും ഒക്കെ ഹെപ്പാറ്റിക് ആബ്സസ് ഡെവലപ്പ് ചെയ്യുന്ന കണ്ടീഷൻസ് എല്ലാം സൈലീഷ്യയെ മറക്കാതിരിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് പറയുന്നതാണ് ഹാർഡ് ലംബ് ഇൻ ബ്രസ്റ്റ്. അത് കമ്പയർ ചെയ്താൽ കൊണിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അതിനും ഇത് വളരെ ഫലപ്രദമാണ്. എന്നാൽ സൈലീഷ്യയെ പറ്റി വില്യം ബോറിക്കിന്റെ ഒരു ഡിസ്ക്രൈബ് വളരെയധികം അർത്ഥവത്തായിട്ട് പ്രാക്ടീസിൽ അത് വളരെയധികം നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അത് ലോവർ പൊട്ടൻസി തന്നെയാണ് അത് അഫക്ട് ചെയ്യുന്നത്. ഫെറംബോസും കാലിമോറിലും ആണേലും 30th 200 1M 10M എന്നീ ലെവലിലാണ് കൂടുതൽ ഓൺകോളജി ലെവലിൽ പ്രാക്ടീസ് ചെയ്യാൻ ഉതകുന്ന പൊട്ടൻസി. അത് എമർജൻസി കേസിൽ പ്രാക്ടിക്കൽ ലെവലിലെ അഗ്രവേഷൻ കുറവുള്ള റെമഡീസ് ആണിത്. അപ്പൊ റിപ്പീറ്റഡ് ഡോസ് ആയിട്ട് നമുക്ക് പതോളജിക്കൽ കണ്ടീഷൻസിൽ ഇവ നൽകാൻ നമുക്ക് സാധിക്കുന്നതാണ്. അടുത്തത് കാലി സൾഫ്. അത് പൊട്ടാഷ്യം സൾഫേറ്റ് ആണ് കെമിക്കൽ അനലോഗ് അനുസരിച്ച്. അത് അതിനൊരു പ്രത്യേകത എന്ന് പറയാം പ്രൊഫ്യൂസ് ഡിസ്ഫോർമേഷൻ, തൊലി പൊളിഞ്ഞു പോവുക അല്ലെങ്കിൽ പീലിങ് ആൻഡ് ഷെഡിങ് എന്ന്. എയിൽമെന്റ് അക്കമ്പനീഡ് ബൈ പ്രൊഫ്യൂസ് ഡിസ്കാമേഷൻ, തൊലി പൊളിഞ്ഞു പോവുക അതുപോലുള്ള കണ്ടീഷൻസ് ആണ് വളരെ ജനറൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ ക്യാൻസർ കേസിൽ ഇതിന്റെ റോള് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ ഈ ഡിസ്ഫോർമേഷൻ ഏതൊക്കെ സ്റ്റേജിൽ വരുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതായിട്ട് വരുന്നു. അത് കൂടുതലും റേഡിയേഷൻ ഡെർമറ്റൈറ്റിസിനാണ് കൂടുതൽ ഇത് നമ്മൾ കൊടുക്കാറുള്ളത്. വളരെ ഫലപ്രദമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. റേഡിയേഷൻ ഡെർമറ്റൈറ്റിസിന് കൂടുതലും ബ്രസ്റ്റ് ക്യാൻസറിൽ ഹെഡ് ആൻഡ് നെക്ക്, പെൽവിസ് റേഡിയേഷൻ കൊണ്ടുവരുന്ന ഡെർമറ്റൈറ്റിസ് വന്ന് തൊലി കണ്ടമാനം പൊളിഞ്ഞു പോകുന്ന അവസ്ഥയിലൊക്കെ കൂടുതലും കാലി സൾഫ് ആപ്ലിക്കബിൾ ആണ്. അതുപോലെ കീമോതെറാപ്പിക്ക് ശേഷം വരുന്ന കണ്ടീഷൻസിന്, ടാർഗറ്റ് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പിയും കഴിഞ്ഞുള്ള കണ്ടീഷൻസിന്, അതിന് പ്രത്യേകിച്ച് ടാർഗറ്റ് തെറാപ്പിക്കും ഇമ്മ്യൂണോതെറാപ്പിക്കും പിന്നെ ആക്നിഫോം റാഷ് ലൈക്ക് സിംറ്റംസ് ആയി, അതുപോലെ ട്രൈ ഡിസ്ഫോർമേഷൻ ആയിരിക്കും ഫേസിലും സ്കാൽപ്പിലും കാണുന്നത്. ഇത് വളരെയധികം നല്ല ഒരു ഇൻഡിക്കേറ്റർ ആണ് കാലി സൾഫിന്റെ. അതുപോലെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന കണ്ടീഷൻസ് CA എല്ലാം, അതുപോലെ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ഡിസ്കാമേഷൻ, പിന്നെ ഒരു സൺബേണിന്റെ കൂട്ടായിരിക്കും ഈ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് വരുന്ന ഡിസ്കോമേഷന്. ഇതിനും നല്ല മരുന്നാണ് കാലി സൾഫ്. ക്യാൻസറിനെ റിലേറ്റ് ചെയ്യുന്നത് പിന്നെ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ആ കാലി സൾഫിന് പറയുമ്പോൾ
വൈഡ് സ്പ്രെഡ് ഡിസ്ഫോർമേഷനും ഇത് ഇന്റേണൽ റെമഡി ആയിട്ട് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ക്യൂട്ടേനിയസ് ടി സെൽഫ് ലിംഫോമ, അതുപോലെ സിവിയർ മാൽന്യൂട്രീഷൻ കച്ചക്ഷയം കൊണ്ടും ഡിസ്ഫോർമേഷൻ വരാം തൊലിപ്പുറത്ത്. കൂടുതൽ അതിസങ്കീർണമായ ഇൻഫെക്ഷൻസ് കൊണ്ടും പ്രത്യേകിച്ച് ചില ഫിസ്റ്റുല ട്യൂമേഴ്സ് കൊണ്ടും ഡിസ്ഫോർമേഷൻ ഡെവലപ്പ് ചെയ്യാറുണ്ട്. ഇതിനെല്ലാം കാലിസൾഫ് വളരെ ഫലപ്രദമാണ്. പിന്നീട് പറയുന്ന ലേറ്റസ്റ്റ് സ്റ്റേജ് ഓഫ് ഇൻഫ്ലമേഷൻ, പ്രത്യേകിച്ച് മ്യൂക്കോപെർലന്റ് ഡിസ്ചാർജ് യെല്ലോയിഷ് മ്യൂക്കസ് ആയിരിക്കും, സിറസ് ഡിസ്ചാർജും ആയിരിക്കും. ആ സ്റ്റേജിലുള്ള ഇൻഫ്ലമേഷൻ എല്ലാം ഇത് ഇൻഡിക്കേറ്റഡ് ആണ്. പിന്നെ നമ്മൾ ഒരു പ്രത്യേകിച്ച് ഓക്സിലേറ്റ് എലിവേറ്റ് ചെയ്യുന്ന, യൂറിനിൽ ഓക്സിലേറ്റ് എലിവേറ്റ് ചെയ്യുന്ന കണ്ടീഷനിലും കാലിസൾഫ് ഇൻഡിക്കേറ്റഡ് ആണ്. പ്രത്യേകിച്ച് ഓക്സിലൂറിയ കാണുന്ന ക്യാൻസർ കേസ് എല്ലാം പാൻക്രിയാറ്റിക് സിയെ, സ്മോൾ ബവൽ പിന്നെ റിസെക്ഷൻ ചെയ്തവർക്ക്, ബൈൽ ഡക്ട് ഒബ്സ്ട്രക്ഷൻ ഉള്ളവർക്കൊക്കെ ഓക്സിലേറിയ കണ്ടുവരുന്നുണ്ട്. പിന്നെ കാലിസൾഫിന്റെ എപ്പിത്തീലിയോമയ്ക്ക് വളരെ ഫലപ്രദമായ മരുന്നാണ്. അത് ഞങ്ങൾ വളരെയധികം വ്യാപകമായിട്ട് എപ്പിത്തീലിയമ ഉള്ളവർക്ക് കൊടുക്കാറുമുണ്ട്. എപ്പിത്തീലിയമ എന്താണ്? അബ്നോർമൽ ഗ്രോത്ത് എറൈസിങ് ഫ്രം എപ്പിത്തീലിയസ് സെല്ല്. അത് പ്രത്യേകിച്ച് ബേസൽ സെൽ കാർസിനോമ, സ്കിൻ കാർസിനോമ, സൺ എക്സ്പോസ്ഡ് ഏരിയയിലായിരിക്കും അത് കൂടുതലും കണ്ടുവരുന്നത്. അത് അങ്ങനെയുള്ളിടത്താണ് എപ്പിത്തീലിയമ കൂടുതലും കണ്ടുവരുന്നത്. മാലിഗ്നന്റ് ട്യൂമർ എപ്പിത്തീലിയമ എന്ന് പറയുന്നത് സ്ക്വാമസ് സെൽ കാർസിനോമയാണ്. ക്രോണിക് അതുപോലെ തന്നെ ക്യാൻസർ കേസിൽ ഫെയ്വസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക വേർഡ് തന്നെ വില്യം ബോറിക്ക് കാലിസൾഫിൽ വിവരിക്കുന്നുണ്ട്. സിവിയർ കണ്ടേജിയസ് ഫംഗൽ ഇൻഫെക്ഷൻ ആണ് അത്. പ്രത്യേകിച്ച് ക്രോണിക് ഇൻഫ്ലമേഷൻ, ആ ഏരിയയിൽ വരുന്ന നെക്രോസിസ് എന്നിവ മൂലം വളരെ സംജാതമായ ഫംഗൽ ഇൻഫെക്ഷൻസിന് ആണ് ഫെയ്വസ് എന്ന് പറയുന്നത്. ഫെയ്വസിന് കൂടുതൽ സ്കാൽപ്പില്, ഗ്രോയിൻ ഏരിയയിലൊക്കെ ഇത് കണ്ടുവന്നാൽ കാലിസൾഫ് ഇൻഡിക്കേറ്റഡ് ആണ്. അതുപോലെ ന്യൂട്രോപീനിയയ്ക്കും ലിംഫോപീനിയയ്ക്കും കീമോതെറാപ്പിക്ക് ശേഷം ഉണ്ടാകുന്നതിന് കാലിസൾഫ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സ്റ്റിറോയിഡ് യൂസിന് ശേഷം, ന്യൂട്രീഷൻ പുവർ ആവുന്ന അവസ്ഥയിൽ എന്നീ ലെവലിലും കാലിസൾഫ് ഇൻഡിക്കേറ്റഡ് ആണ്. പിന്നെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് കൽക്കേരിയ സൾഫിനെ പറ്റിയാണ്. അത് സൾഫേറ്റ് ഓഫ് ലൈം. ഇതിൻ്റെ അകത്ത് നമ്മൾ വിവരിക്കപ്പെടുന്നത് കണ്ടീഷൻസ് ടോർപിഡ് ഗ്ലാൻഡുലാർ സെല്ലിംഗ്. എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹോട്ട്കിൻസിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നു. അത് പലപ്പോഴും പെയിൻലെസ്, ഫേം ടു ഹാർഡ്, ഫിക്സഡ് ഓർ മാറ്റഡ്, സ്ലോ ഗ്രോത്ത് ആയിരിക്കും, നോ ഓവർലൈൻ സ്കിൻ ചേഞ്ചസ്, നോൺ ഫ്ലക്ച്വേറ്റ്. ഈ ലെവലിലുള്ള ആണ് ടോർബിഡ് ഗ്ലാൻഡുലാർ അഫക്ഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെയിൻലെസ്, ഫേം, സ്ലോ ഗ്രോയിങ് ലിംഫ് നോഡ് ആയിരിക്കും ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ. ലിംഫ് നോഡ് എൻലാർജ്ഡ് ആയിരിക്കും. ടോർപസ് സ്ലഗ്ഗിഷ് നോൺ ഇൻഫ്ലമേറ്ററി ആയിരിക്കും. ഇതിൻ്റെ സാധാരണ ക്യാൻസർ കേസുകളിൽ, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറുകളിൽ, ബ്രസ്റ്റ് ക്യാൻസറിൽ, ലിംഫഡിനോപ്പതി കൂടുതലും വരുന്ന ഇങ്ങനത്തെ കണ്ടീഷൻസിൽ ലങ്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സൂപ്രാക്ലാവിക്കുലാർ നോഡ്സ് എൻലാർജ്മെന്റ് ആയിരിക്കും. റീജണൽ നോഡ് കാണുന്ന മെലനോമ, റിട്രോപെരിറ്റോണിൽ നോഡ് കാണുന്ന ഇൻഗോനൽ റീജിയണില്, ക്രോണിക് ലിംഫോസൈറ്റിക് ലിക്വേമിയ എങ്കിൽ ലിക്വീമിയ സ്റ്റേജിലെല്ലാം കൽക്കേരിയ സൾഫ് ഇൻഡിക്കേറ്റഡ് ആണ്. കൂടുതലും വേറെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ മാലിഗ്നന്റ് എംഫൈസീമ, ലങ് ക്യാൻസറിന്, ഈസോഫൽ ക്യാൻസറിന്, ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ വരുന്ന മെറ്റസാസ് കൊണ്ട് വരുന്ന മാലിഗ്നന്റ് എംഫൈസീമിയയ്ക്ക് ഇത് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ വേറെ ഒരു മരുന്ന് പറയാം കാലിഫോസ്. കാലിഫോസിനെ പറ്റി നമ്മൾ പ്രാക്ടീസ് ലെവലിൽ വിരിക്കുമ്പോൾ നമ്മൾ ശാരീരിക ബലഹീനത ആണ് ആദ്യം
അതുപോലെ ഉറക്കക്കുറവ്, അതുപോലെ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് എന്നിവയ്ക്കെല്ലാം ജനറലായിട്ട് നമ്മൾ കാലിഫോസ് നൽകുന്നു. കൂടുതലും നമ്മൾ ക്യാൻസർ കച്ചക്ഷിയെ പറ്റി പഠിക്കുമ്പോഴാണ് കാലിഫോസിന്റെ റോള് നമുക്ക് മനസ്സിലാകുന്നത്. അതിനാണ് എഡൈനാമിയ എന്ന് പറയുന്ന കണ്ടീഷൻ, മാലിഗ്നന്റ് എഡൈനാമിയ. അപ്പോൾ പാർട്ട് ഓഫ് ക്യാൻസർ കച്ചക്ഷിയ. അതിൻ്റെ കൂടെ അനറക്സിയായും ഡെവലപ്പ് ചെയ്യുന്ന കണ്ടീഷൻസിന് അത് കൂടുതലും ഇതിന്റെ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് മാർക്ക്ഡ് ഫറ്റീഗ് ആയിരിക്കും, മസിൽ വേസ്റ്റിങ്, വെയിറ്റ് ലോസ്, അസ്തീനിയ. അപ്പോൾ ടോട്ടലി ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ഡിക്ലൈൻ. ADL, അതായത് ഡെയിലി മനുഷ്യന് വരുന്ന ആക്ടിവിറ്റീസ് എല്ലാം കുറഞ്ഞു വരുന്ന കണ്ടീഷൻ, അതിനാണ് ADL എന്ന് പറയുന്നത്. ആ ലെവലില് ഏറ്റവും ഫലപ്രദമായ കാലിഫോസ് റെമഡി ഹയർ പൊട്ടൻസിയിലാണ് റോൾ ചെയ്യുന്നത്. 12S, 1M, 10M ഇതൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളായ മരുന്നാണ്. അത് കൂടുതലും ഈ ക്യാൻസർ കച്ചക്ഷിയ കൂടുതലും വരുന്നത് ക്യാൻസർ റിലേറ്റഡ് ഫറ്റീഗ്, മെറ്റബോളിക് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ്, ഹൈപ്പോകലീമിയ, ഹൈപ്പോനാട്രീമിയ. നമ്മൾ പലപ്പോഴും കാൽസ്യത്തിന്റെ കുറവ്, സോഡിയത്തിന്റെ കുറവ് എന്നിവ ഉൾപ്പെടെയുള്ള ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസിന് നമ്മൾ പലപ്പോഴും നാട്രമോറിന്റെ പുറകെയൊക്കെ പോകുന്നിരിക്കും. പക്ഷെ കാലിഫോസും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ട് കൊടുത്താൽ മാത്രമേ അത് റിസൾട്ട് കിട്ടാറുള്ളൂ. നാട്രമോറിനൊക്കെ റിസൾട്ട് ഇല്ല എന്നല്ല, വളരെയധികം അപര്യാപ്തത അവിടെ കണ്ടുവരുന്നുണ്ട് റിസൾട്ടില്. അപ്പോൾ കാലിഫോസും കൂടെ അഡീഷണല് ഇത്തരം രോഗികൾക്ക് കൊടുക്കുകയാണെങ്കിൽ മെറ്റബോളിക് ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ബ്രെയിൻ മെറ്റാസസ്, ന്യൂറോളജിക്കൽ ഡിസോർഡർ, പ്രത്യേകിച്ച് സ്പൈനൽ കോഡ് കംപ്രഷനില്, പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് എഫക്റ്റ്, കീമോ, റേഡിയേഷൻ, ഇമ്മ്യൂണോതെറാപ്പി, ഇതിലൊക്കെ വരുന്ന മസ്കുലാർ വീക്ക്നെസ്സും ഫറ്റീഗിനും കാലിഫോസിനെ പറ്റി ചിന്തിക്കണം. അതുപോലെ തന്നെ ഡിപ്രഷനും ആൻസൈറ്റിക്കും, ക്യാൻസർ പേഷ്യൻസിന് ഡിപ്രഷൻ, ആൻസൈറ്റി, ക്യാൻസർ റിലേറ്റഡ് ഡിസ്ട്രസ് എന്ന് പറയുന്ന ഒരു തരം എഡൈനാമിയയാണ്. അപ്പം നമ്മൾ കാലിഫോസിന്റെ താന്ത്രികപരമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എഡൈനാമിയ കണ്ടീഷൻസ്. അപ്പൊ എഡൈനാമിയ ഇന്റർപ്രറ്റ് ചെയ്ത് നമ്മൾ വേണം ഈ പേഷ്യൻസിന് ഏതൊക്കെ കണ്ടീഷനാണ് എഡൈനാമിയ, ഡൈനാമിയൽ ഉള്ള റിസൾട്ടുകൾ, അതിനെപ്പറ്റിയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് കാലിഫോസ് സ്റ്റഡി ചെയ്യുമ്പോൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ കാലിഫോസിന്റെ വേറൊരു സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഡീകേ ഗാംഗ്രിനസ് കണ്ടീഷൻസ്. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് കൽക്കേരിയ സൾഫ്, കാലി സൾഫ്, സൈലീഷ്യയിലൊക്കെയാണ് ഡീകേ ഗാംഗ്രിനസ് കണ്ടീഷൻസ് പ്രതീക്ഷിക്കേണ്ടത് സെപ്പറേറ്റീവ് ഡ്രഗിന്റെ ലെവല്. പക്ഷെ ടിഷ്യൂ നെക്രോസിസും വിത്ത് പ്യൂട്രിഫാക്ഷനിലും അത് കഴിഞ്ഞ് വരുന്ന ഇസ്കീമിയ ലെവലിലും ട്യൂമർ ഗ്രോത്ത് അൾസറേഷനിലും സ്കിന്നിലും മ്യൂക്കസിലും വരുന്ന സ്വാധീനതയിലും അതുപോലെ തന്നെ ആ പേഷ്യൻസ് വരുന്ന സെക്കൻഡറി ഇൻഫെക്ഷൻസിലും ഒക്കെ ഗാംഗ്രിനസ് കണ്ടീഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഈ ലെവലില് കാലിഫോസിനെ പറ്റി ചിന്തിക്കേണ്ടതാണ്. അതുപോലെ പിന്നെ ഫംഗേറ്റിംഗ് ബ്രസ്റ്റ് ക്യാൻസർ, ബ്രസ്റ്റില് ഇതൊരു ഗാംഗ്രിനസ് കണ്ടീഷനാണ്. അതുപോലെ തന്നെ ക്രോണിക് ഓറൽ ക്യാവിറ്റി കണ്ടീഷൻസ് ക്യാൻസറിലുള്ള, ഹെഡ് ആൻഡ് നെക്കിലുള്ളത്, അൾസറേറ്റിംഗ് മെലനോമ, അഡ്വാൻസ്ഡ് സെർവിക്സ് ക്യാൻസർ, ഇതിലെല്ലാം ഡീകേ ഗാംഗ്രിനസ് കണ്ടീഷൻസ് ഉള്ള കണ്ടീഷൻസ് ആണ്. ഇതിനെപ്പറ്റി നമ്മൾ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ സസ്പെക്റ്റഡ് മാലിഗ്നന്റ് ട്യൂമർ എന്നുകൂടി വിവരിക്കുന്നുണ്ട്.
വില്യം ബോറയ്ക്ക്. സസ്പെക്ട് മാലിഗ്നന്റ് ട്യൂമേഴ്സ്. അപ്പം അതാണ് നമ്മളത് പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്. ഇത്രയാണ് ഒരു പ്രധാനപ്പെട്ട ടിഷ്യൂ റെമഡീസിന്റെ ആപ്ലിക്കേഷൻ ഓൺകോളജിയിൽ. എന്നാൽ മറ്റ് മരുന്നുകൾ എന്ന് പറഞ്ഞാൽ കൽക്കേരിയ ഫോസ്ഫോറിക്കം, ഫോസ്ഫേറ്റ് ഓഫ് ലൈഫ്, അത് പിന്നെ ഒരു ഗ്ലാൻഡുലർ എൻലാർജ്മെന്റിന് നൽകുന്നു. അതുപോലെ സ്ക്രോഫിലോസിസ്, ക്ലോറോസിസ് ആൻഡ് ടൈസിസ് എന്നീ ലെവലിലാണ് ഡിസ്ക്രിപ്ഷൻ വരുന്നത്. കൽക്കേരിയ ഫോസ് പലപ്പോഴും ബോൺ സ്ട്രെങ്തിനും ശരീരത്ത് വരുന്ന പിന്നെ മൈക്രോന്യൂട്രിയൻസിന്റെ അഭാവം, കാൽസ്യം മെറ്റാബോളിസത്തിനെ ത്വരിതപ്പെടുത്തുക, വൈറ്റമിൻ D3യുടെ സന്തുലിതാവസ്ഥ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യുക, ഇതെല്ലാം കൽക്കേരിയ ഫോസിന്റെ റോള് തന്നെയാണ്. അതുപോലെ ബോൺ സ്ട്രെങ്ത്, അതുപോലെ മെറ്റാസാസിസ് ബോൺ വരുമ്പോൾ അതിലേക്കുള്ള ഇടപെടൽ എന്നിവയൊക്കെ കൽക്കേരിയ ഫോസിന്റെ ഒരു പ്രത്യേക മാനദണ്ഡമാണ്. അതൊക്കെ ഒരു ഇന്റർ കറന്റ് ലെവലിൽ കൽക്കേരിയ ഫോസിനെ നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്താൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഗ്ലാൻഡുലർ എൻലാർജ്മെന്റ് ആണേലും നമ്മളത് കൽക്കേരിയ ഫോസിന്റെ ലെവല് വരുമ്പോൾ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ന്യൂട്രീഷണൽ പിന്നെ ഇമ്പയർമെന്റ്, ആ ആളിന്റെ ശാരീരികമായിട്ടുള്ള കായികക്ഷമത എന്നിവയെ ആശ്രയിച്ചിരിക്കും കൽക്കേരിയ ഫോസിന്റെ ആപ്ലിക്കേഷൻ എന്നാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പലപ്പോഴും വൈറ്റമിൻ D3 അഭാവം വരുമ്പോൾ കൽക്കേരിയ ഫോസ് 12H ആണ് കൂടുതലും പ്രായോഗികമായിട്ട് ഫലവത്താകുന്നത്. അപ്പൊ 12Hനെ നമ്മൾ ത്വരിതപ്പെടുത്തുമ്പോൾ വൈറ്റമിൻ D3യുടെ മെറ്റാബോളിസത്തിനെ റെഗുലേറ്റ് ചെയ്യുന്ന പാരാതൈറോയിഡ് ഹോർമോണിന്റെ ഒരു റോളും കൂടെ ഇത് വരുമ്പോൾ പാരാതൈറോയിഡില് പിന്നെ സ്വാധീനതയുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് കൂടെ കണ്ടെത്തണം. എന്നാൽ മാത്രമേ കൽക്കേരിയ ഫോസ് ഒരു നല്ല ഒരു ലെവലിലേക്ക് അത് പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ളതാണ് പലപ്പോഴും കണ്ടുവരുന്നത്. അതുപോലെ കൽക്കേരിയ ഫോസ് മസിൽ വേസ്റ്റിങ്ങിന് ഇതിലെല്ലാം മറ്റ് സപ്പോർട്ടീവ് ഡ്രഗ് ആയിട്ട് മറ്റു മരുന്നിനോടൊപ്പം കൊടുക്കാവുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് നാട്രം സൾഫാണ്, സൾഫേറ്റ് ഓഫ് സോഡിയം. പലപ്പോഴും അതിൻ്റെ അകത്ത് വൾവൈറ്റിസ് എന്ന് പറയുന്ന ക്യാൻസർ കേസ് വൾവൈറ്റിസ് ആണ് ഏറ്റവും കൂടുതൽ ഹെർപ്പറ്റിക് ലെവൽ, കൊണ്ടൈലോമേറ്റസ് ലെവലിൽ വരുന്ന സൈക്കോട്ടിക് മിയാസമായിട്ട് കവർ ചെയ്യുന്നു. തൂജ മെഡോർണം പോലെ തന്നെ അഫക്റ്റ് ചെയ്യുന്ന ഒരു നല്ല ഒരു ഡ്രഗാണ് നാട്രം സൾഫർ. പലപ്പോഴും ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അതുപോലെ ഇഡിയോപ്പതിക് ആയിട്ടുള്ള മറ്റ് വൈറസുകൾ, സെർവിക്സ് ക്യാൻസർ വരുന്ന റോളുകൾ, ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കും. ഫീമെയിൽ ജെനിറ്റൽ ഓർഗൻസിൽ ആ ഏരിയ സ്റ്റെറൈലാക്കാൻ വളരെയധികം ഫലവത്തായ ഒരു റെമഡിയാണ് നാട്രം സൾഫ്. നാട്രം സൾഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പിന്നെ ഓവർ വെയിറ്റ് ഉള്ളവർക്ക്, അതുപോലെ ക്യാൻസർ കേസിൽ വരുന്നത് ലോവർ ലിംസിൽ വരുന്ന വെരിക്കോസിറ്റി, ക്യാൻസർ കേസിൽ വരുന്ന വെരിക്കോസിറ്റി, പ്രത്യേകിച്ച് തടിച്ചു വീർത്തിരിക്കുന്ന വെരിക്കോസ് വെയിനിലൊക്കെ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ നാട്രം സൾഫർ വളരെയധികം ഫലവത്തായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ നാട്രം ഫോസ്, മാക്സിന്റെ റോൾ എന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് ഓഫ് സോഡിയം ആണ്. അത് നേരത്തെ പറഞ്ഞ ഓക്സലോറിയ കണ്ടീഷൻസിൽ, പിന്നെ പ്രത്യേകിച്ച് ഗ്യാസ്ട്രോ ഈസോഫാഗസ് റിഫ്ലക്സ് റെഗുലേറ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് സ്റ്റൊമക് ക്യാൻസർ, ഡുവോഡിനൽ ക്യാൻസർ, ഓറൽ ക്യാൻസർ എന്നിവയ്ക്കും വളരെ ഫലപ്രദമാണ്. അതുപോലെ ഹെലിക്കോബാക്ടർ പൈലോറിയുടെ ആവിർഭാവം വരുമ്പോൾ ബൈലറി പിന്നെ ബൈൽസിനെ കൂടുതൽ റെഗുലേറ്റ് ചെയ്യാൻ, എമിൽസിഫൈ ചെയ്യാൻ നാട്രം ഫോസ് കൃത്യമായിട്ട് തന്നെ ഇന്റർകറന്റ് ആയിട്ട് ക്യാൻസർ പേഷ്യൻസിന് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ GERD കേസിൽ,
അതുപോലെ ഡിസ്പാജിയ വിത്ത് GERD, അതുപോലെ തന്നെ ഡിസ്പാജിയ വിത്ത് restriction of the outlet of the stomach. ഈ കണ്ടീഷൻസിലെല്ലാം മറ്റ് മരുന്നുകളുടെ ആപ്ലിക്കേഷനോടൊപ്പം തന്നെ ഒരു സപ്പോർട്ടീവ് ഡ്രഗായിട്ട് അത് 3S 6S വെള്ളത്തിൽ അലിപ്പിച്ച് പിന്നെ ഫ്ലൂയിഡ് ലെവലിലേക്ക് അതുപോലെ സിറപ്പ് പോലെ ആക്കി കൊടുക്കുന്ന ഒരു മെത്തേഡ് നാട്രംഫോസിനുണ്ട്. അതുപോലെ തന്നെ എരിച്ചിലുകളും അതുപോലെ പിന്നെ ബേണിങ്ങുകളും ഒക്കെ നല്ല രീതിയിൽ നാട്രംഫോസ് ഈ രീതിയിൽ ആപ്ലിക്കേഷൻ ചെയ്താൽ കുറയാറുണ്ട്. കൂടുതലും തൈറോയിഡ് ക്യാൻസർ ലെവലിനും പിന്നെ സ്റ്റൊമക് ക്യാൻസർ, ഡുവോഡിനൽ ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ എന്നീ ലെവലിലൊക്കെ നാട്രംഫോസ് GERD കേസിൽ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നാട്രമൂർ എന്ന് പറയുമ്പോൾ ക്ലോറൈഡ് ഓഫ് സോഡിയം. നമ്മൾ കൂടുതലും ക്യാൻസർ കേസിന് അനീമിയയ്ക്കും ലൂക്കോസൈറ്റോസിസിനും പ്രിഫറബിൾ ആണ്. പലപ്പോഴും നാട്രമൂർ സോഡിയം കുറയുന്നതിനും നമ്മൾ പ്ലെയിൻ ആയിട്ട് കൊടുക്കും. അത് സോഡിയം പറയുന്നതിന് നാട്രമൂറിനോടൊപ്പം സൈലീഷ്യയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു തത്വസംഹിതമായിട്ട് തന്നെ ആ രോഗിക്ക് ആശ്വാസം കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ ലൂക്കോസൈസ് WBCയുടെ കൂടുതൽ വരുന്ന കണ്ടീഷൻസിന് ബോൺമാരോ ഡിസ്ട്രസ്, ബോൺമാരോ ഓവർലോഡിങ്, ഇതിനെയൊക്കെ പിന്നെ സ്ക്രോഫുലസ് ബോൺ അഫെക്ഷൻ എന്ന് പറയുന്നത്. അത് അതിനെ കമ്പയർ ചെയ്ത് നാട്രം സിലിക്കവും ഇതിന് വളരെയധികം ഫലവത്തായ മരുന്നാണ്. സ്ക്രോഫുലസ് ബോൺ അഫെക്ഷൻസിന് നല്ല ഒരു പിന്നെ ഇൻഡിക്കേറ്റർ ഡ്രഗാണ് നാട്രമൂർ. ഇത്രയാണ് നമുക്ക് ടിഷ്യൂ റെമഡിയും ക്യാൻസർ പ്രാക്ടീസും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ഇനിഷ്യലി നൽകാനുള്ള പാഠം. ഏകദേശം 10 മിനിറ്റോളം ഇനി സമയമുണ്ട്. ഈ ഡിസ്കഷനിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്യാനുള്ള അവസരമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാവുന്നതാണ്. നന്ദി ഡോക്ടർ. ആർക്കെങ്കിലും ഇതിനോട് കൂട്ടിച്ചേർക്കുവാനോ സാറിൻ്റെ ക്ലാസ്സിനോട് എന്തെങ്കിലും സംശയവും ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണം. അതിൽ ഒരു ഡോക്ടർ ചോദിച്ചിട്ടുണ്ട്, സൈലിഷ്യയുടെ പൊട്ടൻസിയാണ് അല്ലേ? സൈലിഷ്യ കൂടുതലും ക്യാൻസർ കേസിൽ ലോവർ പൊട്ടൻസിയാണ് കൊടുക്കുന്നത്. സെപ്പറേഷൻ സ്റ്റേജില് ഫിസ്റ്റുലസ് ഓപ്പണിങ്ങിലും ഒക്കെ അത് കൃത്യമായിട്ട് തന്നെ തേർട്ടി കൊടുത്ത് അത് സപ്പോർട്ട് ചെയ്ത് കളയുന്ന മെത്തേഡൊക്കെ അല്ലേ തന്നെ ജനറൽ പ്രാക്ടീസിലുണ്ട്. അല്ലെങ്കിൽ ഒരു അഗ്രവേഷൻ സ്റ്റേജിൽ ഇല്ലാതെ ഒരു സ്റ്റില്ലായിട്ട് ഇൻഫ്ലമേഷൻ കുറവാണ് 12x തൊട്ട് 200 1mmലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഷീല ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. ഡോക്ടർ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ ഓൺകോളജി കേസുകളിലെല്ലാം തന്നെയും നമുക്ക് ബയോകെമിക്ക് കൊടുക്കുന്നത് 12x മുകളിലോട്ട് തന്നെയാണോ ഡോക്ടറെ പൊതുവെ എല്ലാത്തിനും കൊടുക്കേണ്ടത് ബയോകെമിക്ക്? കൂടുതൽ മീഡിയം പൊട്ടൻസി തൊട്ട് കൊടുക്കുന്നതായി ട്രൈച്ചുറേഷനെക്കാട്ടിലും നല്ലത് പൊട്ടൻസി തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ശരി, അതായത് 30 തുടങ്ങുക എന്നുള്ള 30, 200, 1mm അങ്ങനെ 1mm 10mm ഇങ്ങനെയുള്ള സീരീസ് ഉള്ള പൊട്ടൻസികൾ. ഓക്കെ ഡോക്ടറെ. ഓക്കെ താങ്ക് യു. ഈ കച്ചക്സിയ കണ്ടീഷനിലും ഒക്കെ ഏതാ പൊട്ടൻസി? 12x ആണ്. 12x. ഇനി ആർക്കെങ്കിലും ഡോക്ടറോട് ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. ഡോക്ടർ ഒരു സംശയം കൂടി. അപ്പൊ നമ്മൾ ഈ സാധാരണ അല്ലെങ്കിൽ നമുക്ക് കാൽഷ്യം ഡെഫിഷ്യൻസി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇപ്പം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഈ മെഡിസിൻ കൊടുക്കാൻ പൊട്ടൻസി 6x അങ്ങനെ അതോ 12x തന്നെയാണോ? അതിന് നമ്മൾ സാധാരണ നമ്മൾ വൈറ്റമിൻ ഡി ഒക്കെ അല്ലാതെ അലോപ്പതി സപ്ലിമെന്റ് എടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഹോമിയോ എടുക്കാമല്ലോ ബയോകെമിക്ക്. അപ്പൊ അതിന്റെ പൊട്ടൻസി ഒന്ന് പറയാമോ? കൂടുതൽ 3x കൂടുതൽ മോസ്റ്റ്ലി എഫക്റ്റീവ് ആയിരിക്കും. അങ്ങനെയുള്ള ന്യൂട്രീഷണൽ ഇംബാലൻസ്, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, അതുപോലെ ന്യൂട്രീഷൻ ഇമ്പയർമെന്റിനൊക്കെ 3x പൊട്ടൻസി തന്നെയാണ് നല്ലത്.
അത് ആ വിത്ത് ക്യാൻസർ റിലേറ്റഡ് അല്ലാത്തത് കൊണ്ട്. ക്യാൻസർ റിലേറ്റഡ് ആകുമ്പോൾ കുറച്ചുകൂടെ പതോളജിക്കൽ സിഗ്നിഫിക്കൻറ്റിലേക്ക് പോകുന്നു, ടിഷ്യൂ ഡാമേജ് അല്ല. അതുകൊണ്ടാണ് കൂടുതലും മീഡിയം പൊട്ടൻസിലേക്ക് പോകണമെന്ന് പറയുന്നത്. അല്ലാത്ത ന്യൂട്രീഷൻ ഇമ്പയർമെന്റിനും ഒക്കെ 3S ടൈച്ചറേഷൻ തന്നെയായിരിക്കും നല്ലത്. കാരണം ബോഡി അത് അബ്സോർപ്ഷൻ ചെയ്യാനൊക്കെ കെമിക്കൽ ലെവലിൽ നല്ലതായിരിക്കും അത്, അങ്ങനെയുള്ള പൊട്ടൻസി. അത് കൂടുതൽ റിസൾട്ട് കിട്ടാറുമുണ്ട്. ഓക്കെ ഡോക്ടർ, താങ്ക് യു. സോഡിയം കുറയുന്നതിനും നാട്രമോർ കൊടുക്കുകയാണെങ്കിൽ ഏത് 12x ആണോ അങ്ങനെ? 12S കൂടുതലും നല്ലത്. നാട്രമോറും സൈലീഷ്യയും കൂടെ കൊടുത്താൽ അബ്സോർഷനും കൂടെ ശരിയാകുമെന്ന് അല്ലേ? തീർച്ചയായിട്ടും. ഈ WBC കുറയുവാണെങ്കിലോ? ല്യൂക്കോപ്പീനിയയ്ക്ക് ടിഷ്യൂ റെമഡിയിൽ ഏറ്റവും നല്ലത് ഫെറംഫോസും കൽക്കേരിയ ഫോസും ആണ്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആൻഡ്രൈസ് ചെയ്യണേ. അപ്പൊ മാഡം ഇതും കൂടി ഫെറംഫോസും കാൽക്കാരിയോഫോസിന്റെ പൊട്ടൻസിയോ ഈ WBC കുറയുന്നതിന്? തീർച്ചയായിട്ടും. അത് അങ്ങനെ വരുന്ന കണ്ടീഷൻസ്, ഒരു ക്യാൻസർ കേസ് അല്ല ഒരു ഇൻഫെക്ഷൻ കൊണ്ടാണോ അല്ലെ ബോൺമാരോ ഡിസ്ട്രക്ഷൻ ആണെങ്കിൽ 3S 6S ഒക്കെ നല്ലത് തന്നെയായിരിക്കും. പിന്നെ ഒരു സ്റ്റേബിൾ ചെയ്ത് നിർത്തേണ്ടതാണെങ്കിൽ അത് 30 200 പോകണം. ടെമ്പററി ആണെങ്കിൽ അതെപ്പോഴും 3S 6S ആകുന്നത് നല്ലതായിരിക്കും. മനസ്സിലായല്ലോ? ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ഡോക്ടറെ. ഒന്നുകൂടെ ഒന്ന് പറയുക. എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് കൂടുതലും ഇങ്ങനെയുള്ള കണ്ടീഷൻസില് ലൂക്കോപ്പീനിയ വരുമ്പോൾ കൂടുതലും ഒരു സഡൻ ഇൻഫെക്ഷൻ, ഹെമറ്റോജനസ് ആയിരിക്കാം ലോക്കലായിട്ട് ഇങ്ങനെ വരുമ്പോഴും, അതുപോലെ പിന്നെ ആ ആളിന്റെ രോഗപ്രതിരോധ ശക്തി കുറയുന്ന അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ ലൂക്കോപ്പീനിയ ഡെവലപ്പ് ചെയ്യും. അങ്ങനെയുള്ള കണ്ടീഷന് ട്രൈച്ചറേഷൻ നല്ല റിസൾട്ട് കിട്ടും. എന്നാൽ ഇത് റിക്കറന്റ് ആയിട്ട് ക്യാൻസർ പേഷ്യൻസ് പോലെ റിക്കറന്റ് ആയിട്ട് വരികയും ഓരോ തെറാപ്പിക്ക് അനുസൃതമായിട്ട് തന്നെ രോഗിക്ക് ഒരുപാട് കണ്ടീഷൻസ് മുന്നോട്ട് പോകുന്ന കണ്ടീഷനാണ് സ്റ്റെബിലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാതെ മരുന്നുകൾ പിടിക്കാതാവും. അങ്ങനെ വരുമ്പോൾ 200 100 പോകേണ്ടതായിട്ട് വരും. അതാണ് പൊട്ടൻസി ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ്, അങ്ങനെ ആപ്ലിക്കേഷൻ ചെയ്യാവുള്ളൂ. ക്വസ്റ്റ്യൻ ഉണ്ട്, പാൻക്രിയാറ്റിക് അമിലേസ് ഇൻക്രീസിന്. എന്താണ് പാൻക്രിയാറ്റിക് അമിലേസ് ഇൻക്രീസിന് ഏതാ മെഡിസിൻ എന്ന് ചോദിക്കുന്നു. പാൻക്രിയാറ്റിക് അമിലേസ് ഇൻക്രീസ്. സോയ ഡോക്ടർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കായിരുന്നു. സോയ ഡോക്ടറെ, സോയ ഡോക്ടറാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറയാം. കാണുന്നില്ലല്ലോ, ഡോക്ടറെ കാണുന്നില്ല. എന്നാ ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ള എബ്രഹാം വൈദ്യൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായിട്ടില്ല. അത് അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പാൻക്രിയാറ്റിക് അമലേസ് ഇൻക്രീസ് എന്നാണ് പാൻക്രിയാറ്റിക് ഇൻക്രീസ്. ഇൻക്രീസ് കൂടുതല്. അത് ഹൈപ്പർ പാൻക്രിയാറ്റിക് അമിലേസ് എന്ന് വേണേ. അങ്ങനെയുള്ള സ്റ്റേജ് പലപ്പോഴും പാൻക്രിയാറ്റിക് അമിലേസ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ CA പാൻക്രിയാസിനും ഒക്കെ വരാം. ചില CA ലിവറിന് വരാം. ഈ മെറ്റാസ്റ്റാസിസ് കണ്ടീഷൻസിനൊക്കെ വരാം. ഇതിന് ഏറ്റവും കൂടുതൽ അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രഗ് മാറ്റി അപ്രോച്ചബിൾ ഉള്ളൂ. സാധാരണ ചില കേസിൽ ഐറിസ് വെർസിക്കോളർ കൊണ്ട് ഒരു 24 hours കൊണ്ട് അമിലേസിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. അതൊരു സ്ഥിരമായിട്ടുള്ളൊരു കണ്ടീഷന് വരില്ല. പിന്നെ കൂടുതലും കണ്ടുവരുന്ന ഗുഗിൾ എന്ന് പറയുന്ന ടിഞ്ചേഴ്സ് ഉണ്ട്. പിന്നെ ഗുഗിൾ GUGGUL ഗുഗിൾ ടിഞ്ചർ കൊണ്ടൊക്കെയാണ് അമിലേസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഹോമിയോപ്പതിയിൽ അങ്ങനെ. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രഗുകൾ ഒത്തിരി, സൾഫർ, ലൈക്കോപോഡിയം, ഇതൊക്കെ വളരെ ഫലപ്രദമാണ് അമിലേസിനെ ഇൻക്രീസ് ചെയ്യുന്നത്. ഐറിസിന്റെ പൊട്ടൻസി ഐറിസ് 30 ആണ്.
ഇനിയിപ്പോ എബ്രഹാം വൈദ്യൻ ഡോക്ടറെ ചോദിക്കാം. ഡോക്ടറെ ഒരു സംശയമുണ്ട്. ഈ വരാം. ടിഷ്യൂ റെമഡീസ് ഉപയോഗിക്കുന്നത് ആ ആ കൺസെപ്റ്റ് അതിൽ നിന്ന് വ്യത്യാസം ബോറിക്ക് പറയുന്ന പൊട്ടൻഷ്യലുള്ള മരുന്ന് വ്യത്യാസമല്ലേ? ഈ എനിക്ക് സംശയമുണ്ട്, അത് ചോദിക്കുക. ഇപ്പം 30-200 ഉപയോഗിക്കും. ഈ ബയോകെമിക്കൽ ഉപയോഗിക്കും. ഇതായിട്ട് ബയോകെമിക്കായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേ 200x ഒക്കെ കിട്ടും. അവയിലുള്ള പൊട്ടൻഷ്യൽ ടാബ്ലറ്റ് തന്നെ കിട്ടും. അല്ലാതെ 30-200 ഉപയോഗിക്കുന്നത് അത് സാധാരണ ഹോമിയോപ്പതി ഡോസേജ് അല്ലേ എന്റെ സംശയമാണ്. അതെ റിപ്പീറ്റഡ് ഡോസ് തന്നെ കൊടുക്കാം, 3 നേരമായിട്ടൊക്കെ കൊടുക്കാം. അപ്പൊ അതിന് ബയോകെമിക്കൽ ഈ ടിഷ്യൂ റെമഡി പെടുമോ അത്? അന്നേരം ടിഷ്യൂ റെമഡി പെടണമെന്നില്ല. ഈ മരുന്നിന്റെ ഒരു ആപ്ലിക്കേഷൻ ഒരു പൊട്ടൻറ്റൈസ്ഡ് ആയിട്ട് വരുന്നതുകൊണ്ടുള്ള റിസൾട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. റിസൾട്ട് കിട്ടും. സാച്ചുറേഷൻ ലെവലിൽ തന്നെയല്ല അത് ഡിസ്ക്രൈബ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. കൂടുതലും വില്യം ബോറിക്കൊക്കെ പൊട്ടൻസി ഡ്രഗുകളിലാണ് അത് വിവരിക്കുന്നത്, പതോളജിക്ക്. അപ്പൊ ട്രൈച്ചുറേഷന്റെ ലെവലിലും പൊട്ടൻസി ലെവലിലും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഗ്രൂപ്പ് റെമഡിയാണ് ടിഷ്യൂ റെമഡി. ഓക്കെ, താങ്ക് യു. നന്ദി വൈദ്യൻ ഡോക്ടറെ. പിന്നെ സോയ ഡോക്ടറെ ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ് ഡോക്ടറെ. എനിക്ക് സംശയം ഉണ്ടായിരുന്നത്, ഒരു പേഷ്യന്റ് ഡയബറ്റിക് ആണ്, അതും വളരെ ഹൈ ആണ്, 12.5 ഒക്കെയാണ് HbA1c. അതിന്റെ കൂടെ പാങ്ക്രിയാസിന് ഇത് അമലേസും ലിപ്പേസും കൂടുതലായിരുന്നു. പിന്നെ ഐറിസ് വെർട്ടിക്കോളിന് കൊടുത്തിട്ടാണ് ഞാനത് അമലേസും മറ്റത് ലിപ്പേസ് കുറഞ്ഞു വന്നു. അപ്പൊ അമലേസ് മാത്രം കുറച്ച് കൂടി നിൽക്കുന്നുണ്ട്. അതായത് ഒരു 200 സംതിങ് ആയിരുന്നത് ഇപ്പൊ ഒരു 75 ആ ലെവല് വന്നിട്ടുണ്ട്. അപ്പൊ സ്പെസിഫിക്കലി പറഞ്ഞാൽ ലൈക്കോപോഡിയം അതിൻ്റെ അകത്ത് പരിഹാരം തരും, 0 ബാറിലും ഒക്കെ. പിന്നെ പാൻക്രിയാറ്റിനോ എന്ന് പറയുന്ന ഒരു ഡ്രഗ് ഉണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ട് ഡോസ് റിപ്പീറ്റഡ് ഡോസ് കൊടുക്കണം, 3 നേരമൊക്കെ ആയിട്ട്. ഡെയിലി 1 ഡോസ് വെച്ച് ഞാൻ കൊടുത്തുള്ളൂ. ഓക്കെ 2 നേരം ഒരാഴ്ച കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ല ലൈക്കോപോഡിയം 0/6 നല്ല ആക്ഷൻ കിട്ടും ഇതിന്. ക്യാൻസർ ഒന്നും കണ്ടുപിടിച്ചിട്ടുമില്ല. ക്യാൻസർ കണ്ടുപിടിക്കണമെന്നൊന്നുമില്ല. പിന്നെ ഇങ്ങനെയുള്ളത് സ്കാൻ ചെയ്ത ഇൻസുലിനോമ ഉണ്ടോ എന്ന് നോക്കണം. ക്യാൻസറിനാകണമെന്ന് ഇൻസുലിനോമ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ട്. അത് അൾട്രാസൗണ്ടിലും ഒക്കെ നമുക്ക് ചിലപ്പം കണ്ടുപിടിക്കാം. ഇൻസുലിനോമ കണ്ടുപിടിക്കാൻ ടെസ്റ്റ് അൾട്രാസൗണ്ട് ഗ്രാഫ്, USG ഡയമെൻഷൻ കൂടുതലുള്ള അൾട്രാസൗണ്ടിലൊക്കെ ഇത് കിട്ടാറുണ്ട്. ഇൻസുലിനോമ റൂൾ ഔട്ട് ചെയ്യണം അങ്ങനത്തെ കേസിനൊക്കെ. ഇത് അവര് ബാക്കിയെല്ലാം ചെയ്ത് വെച്ചാ വന്നത് എന്റെ അടുത്തോട്ട്. എന്നാ കുഴപ്പമില്ല. അത് ഒരു പിന്നെ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായി. ഇപ്പം HbA1c 9.7 കുറഞ്ഞിട്ടുണ്ട്. അത് കൂടുതലും ഡയബറ്റിക്കിന്റെ മാനേജ് കുറച്ചുകൂടി സോഫിസ്റ്റിക്കേറ്റ് ചെയ്താൽ അത് താഴെ വരും. പ്രത്യേകിച്ച് നാട്രം സൾഫ്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രഗിലേക്ക് വന്നാൽ മതി, അത് പെട്ടെന്ന് തന്നെ. അവർക്കൊരു പ്രത്യേക സിംറ്റം പറഞ്ഞത്, എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോ തലേന്ന് ഭയങ്കരമായിട്ട് വേർത്തൊഴുകും, തുണിയും കൊണ്ട് തുടച്ചു കളയണം, അതുപോലെ വേർത്തൊഴുകും ഭക്ഷണം കഴിക്കുമ്പോ. അപ്പൊ അത് പറഞ്ഞാണ് ഞാൻ ചെലിഡോണിയം ഹൈപ്പോട്ടൻസി കൊടുത്തു നോക്കി. അപ്പം 2 ഡോസ് കൊടുത്തു കഴിഞ്ഞപ്പോ അത് കുറഞ്ഞു. പക്ഷെ ഒരു മാസത്തോളം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അയാൾ ഈ ഇടയ്ക്ക് കണ്ടോ ഈ ഇലക്ഷൻ ടൈമിൽ ഇച്ചിരി വെള്ളം അടിച്ചോ സംശയമുണ്ട്. അന്നേരം വീണ്ടും ഈ ഏതാ ലേഡിയാണോ? അല്ല, മെയില. വയസ്സ് 45 ഇത്രയുണ്ട്. ഓക്കെ, അപ്പൊ അവർക്ക് ഹോർമോണിന്റെ ലെവലിലൊക്കെ ഉണ്ടെന്ന് നമുക്ക് സ്റ്റഡി ചെയ്യുന്നത് നല്ലതായിരിക്കും. ഡയബറ്റിക് ന്യൂറോപ്പതി നല്ല ശക്തിയായിട്ടുണ്ട്. PSA നോക്കണം ഇങ്ങനെയുള്ള ആളുകൾക്ക്. PSA ഒക്കെ നോക്കിയതാ, അതൊക്കെ നോർമലാ. അങ്ങനെ വരുമ്പോൾ കൂടുതലും കൽക്കേരിയ കാർബാണ് ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരുന്നത്.
പക്ഷെ ലൈക്കോപോഡിയം കോൺഫ്യൂഷൻ ആണ്. ഞാനപ്പോ അത് ലൈക്കോപോഡിയത്തിലാണ് കൊടുത്തോണ്ടിരുന്നത്. അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഇന്റർകറന്റ് ആയിട്ട് സൾഫർ കൊടുക്കണം, എന്നാൽ ചിലപ്പോൾ റിസൾട്ട് ആവും. ആ ആ ആ ഞാൻ ഫുറ് കൊടുത്തിട്ടില്ല. സൾഫർ അപ്പൊ ഈ ഞാൻ റെപ്പട്രൈസ് ചെയ്ത് നോക്കിയപ്പോഴാണ് ചെലിഡോണിയം ആണ് അതിനകത്ത് ഇൻഡിക്കേഷൻ ആയിട്ട് കണ്ടത്. അപ്പൊ ഇയാൾക്ക് നേരത്തെ തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ചെലിഡോണിയം, അതുകൊണ്ടാണ് ചെലിഡോണിയം ഹൈ കൊടുത്തത്. നോക്കിയത് പെപ്റ്റിഡൈസ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ നല്ലതായിരിക്കും. ആ ആ അതൊക്കെ ചെയ്താന്ന് എനിക്ക് തോന്നുന്നത്. ഇത് അലോപ്പതി ട്രീറ്റ്മെന്റിൽ നോക്കിയതാണ് അവര്. അപ്പൊ അലോപ്പതി ട്രീറ്റ്മെന്റ് ചെയ്തപ്പോ ഡയബറ്റിക്സ് കൂടിപ്പോയി. അപ്പൊ അതുകൊണ്ടാണ് തിരിച്ച് എന്റെ അടുത്ത് തന്നെ വന്നത്. കൂടുതൽ ഇത് ഇൻസുലിൻ ഡിപ്പെൻഡ് ഡയബറ്റിക് മെറ്റിലേക്ക് ഇത് പോകും ഈ പേഷ്യന്റ്. അപ്പൊ അതനുസരിച്ച് ഇൻസുലിൻ കൊടുത്തോണ്ടിരുന്നതാ. ഇൻസുലിൻ മാത്രമായിട്ട് കൊടുത്തോണ്ടിരുന്നപ്പോഴാണ് ഇത് വല്ലാത്ത കണ്ടീഷനിലോട്ട് പോയത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട് ഇങ്ങനെയുള്ള പേഷ്യൻസിന്. അപ്പൊ അവര് അലോപ്പതിക്കാർ തന്നെ ഇൻസുലിൻ നിർത്തി. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ സിഫിലിനം വരുന്നുണ്ട് ആ സ്റ്റേജില്. സിഫിലിനം 0/6 വേണേ ഇന്റർകറന്റ് ആയിട്ട് കൊടുക്കാം. സിഫിലിനം അപ്പൊ ആ കണ്ടീഷൻ കിട്ടും. ഒരു ഡോസ് വെച്ച് കൊടുത്താൽ മതിയോ ഡെയിലി? 0/6 15 ദിവസം ഒരിക്കലോ ഒരു ഡോസ് കൊടുത്താൽ 15 ദിവസം കൊടുത്താൽ സ്റ്റേജ്. അപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസിന് ഏറ്റവും ഫലപ്രദമായി നേരിടുന്ന ഒരു മരുന്നാണ് സിഫിലിനം. ഈ തലവേർക്കണതിന് പ്രത്യേകിച്ച് വേറെ വല്ലതും കൊടുക്കാൻ പറ്റുമോ? ഏതാ തല ഇങ്ങനെ വേർക്കുന്നത്? അത് ചുമ്മാ ഇരിക്കുമ്പോ ഇല്ല, ഭക്ഷണം കഴിക്കുമ്പോ മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുമ്പോ അതെല്ലാം അതൊരു ഹൈപ്പർ തൈറോയിഡിസോ അതൊക്കെ ഒന്നുകൂടി ഇവാലുവേറ്റ് ചെയ്യണം. അല്ല, അത് തൈറോയ്ഡ് ഒക്കെ നോക്കിയിട്ടുള്ളത്. തൈറോയിഡൊന്നും പ്രശ്നമില്ല. ഒന്നുകൂടെ റിപ്പീറ്റഡ് ആയിട്ട് നോക്കണം. അങ്ങനെ എന്തെങ്കിലും വരുന്നാണോ നോക്കണം. അല്ലെങ്കിൽ അത് പക്ക കൽക്കേരിയ കാർബ് തന്നെയാ വരുന്നത്. അതെയോ? സെൽഡോണി മാറ്റിട്ട് കൽക്കേരിയ കാർബ് കൊടുക്കണം. അപ്പൊ ഈ റൈറ്റ് ഹൈപ്പോകോൺഡ്രിയത്തില് പെയിൻ ഒക്കെ പറയായിരുന്നു ഇടയ്ക്ക്. അപ്പൊ അതെല്ലാം വന്നിട്ടാണ് ഞാൻ ചെൽഡോണിയം കൊടുത്തത്. അതൊക്കെ വരുന്നുണ്ട്, കാരണം റൈറ്റ് സൈഡ് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് ഹൈപ്പോട്ടൻസി കൊടുത്തു നോക്കിയത് ഞാൻ. അപ്പൊ അത് കൊടുക്കുമ്പോ 2 ഡോസ് കൊടുത്തു കഴിഞ്ഞപ്പോ അയാളുടെ തലവേർപ്പ് കുറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാതിരുന്നോണ്ടാണെന്ന് അറിയില്ല, വീണ്ടും ആ ഒരു തലവേർക്കൽ പറയുന്നുണ്ട്. ഇടയ്ക്ക് സൾഫർ കൊടുത്താൽ മതി, അത് കുറഞ്ഞു കിട്ടും. സൾഫർ ഏത് പൊട്ടൻസി കൊടുക്കും? സൾഫർ ഏത് പൊട്ടൻസിയാണ് ചോദിക്കുന്നത്? 200. സിംഗിൾ ഡോസ് സിംഗിൾ ഡോസ് മതി. സിംഗിൾ ഡോസ്. താങ്ക് യു സാർ. നന്ദി സാർ ഡോക്ടറെ. ഇനി ആർക്കെങ്കിലും ഡോക്ടറോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് സമയം കഴിഞ്ഞു. ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് അഡ്രൈസ് ചെയ്യാം. സാറേ, ഈ ബാലൻസി പ്രോട്ടോകോളിലെ അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കാൽക്കേരിയ ഫോഴ്സിനാണ്. ക്യാൻസർ കണ്ടീഷൻസിൽ എല്ലാം തന്നെ ജനറൽ ആയിട്ട് അവരുടെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ √3x/6 പ്ലസ് കാൽക്കേരിയ ഫോഴ്സ്. പിന്നെ അതിന്റെ കൂടെ എന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ വഴി വരുന്നുണ്ടെങ്കിൽ അങ്ങനെ അവരുടെ ഒരു പ്രോട്ടോകോൾ തന്നെ അങ്ങനെയാണ്. ശരി. സാറിന്റെ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? ഞാനത് കേട്ടിട്ടുണ്ട്, എനിക്കതിനോട് എതിർപ്പൊന്നുമില്ല. പക്ഷേ സാറ് ഇവിടെ അതിലും കൂടുതൽ സ്ട്രെസ് കൊടുത്തത് ഫെറം ഫോഴ്സിനാണ്. അതെ, അത് ശരിയാണ്. അത് പ്രാക്ടീസ് ലെവലില്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു പരിപാടി ഫെറം ഫോഴ്സും കാൽക്കേരിയ ഫോഴ്സും ഏകദേശം സമയം എടുത്ത് ഒന്നിച്ചു കൊടുക്കുക. പലപ്പോഴും കോമ്പിനേഷൻ തന്നെ അവൈലബിൾ ആണല്ലോ. പക്ഷേ ഞാൻ ഇപ്പൊ ഗസ് ചെയ്ത് പറയാൻ കാര്യം, ബോറിക്കിന്റെ ഒരു പതോളജിക്കൽ ഒരു ഇന്റർപ്രിട്ടേഷനിൽ കൂടെ പോയപ്പോൾ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അത് സംയോജിതമായിട്ട് കൊടുത്താലും തെറ്റൊന്നുമില്ല. ട്രൈച്ചറേഷന് ഡൈലൂഷൻ അങ്ങനെ സംയോജിതമായിട്ട് കൊടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നന്ദി ധനേഷ് ഡോക്ടറെ. ഇനിയിപ്പോ ആരും ചോദിക്കാനില്ലല്ലോ അല്ലേ? ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് ഷീല ഡോക്ടറെ ക്ഷണിക്കുകയാണ്. ഷീല ഡോക്ടറെ.
ഡോക്ടറെ വളരെ നല്ലൊരു സജി സാറ് ഇന്നത്തെ ക്ലാസ് എല്ലാം കൊണ്ടും വളരെ നമുക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു. ആക്ച്വലി ഓൺകോളജിയിൽ ബയോ കെമിക്കൽ എങ്ങനെ കൊടുക്കാം എന്നുള്ളത് ഇതുവരെയും അത്രയ്ക്ക് അറിവില്ലായിരുന്നു. അങ്ങനെ നല്ലൊരു ക്ലാസ് ഷെയർ ചെയ്ത സാറിന് IFPHന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ബാക്കി എല്ലാവരുടെ പേരിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദി പറയുന്നു, വളരെ സ്നേഹത്തോടെ. ഇനിയും സാറ് ഇതുപോലെ നല്ല നല്ല കേസുകളുമായിട്ട് ഞങ്ങൾക്ക് വന്ന് കൂടുതൽ അറിവുകൾ തരണമെന്ന് വീണ്ടും ഒരു റിക്വസ്റ്റ് ആണ്. അപ്പം ഇന്നത്തെ ക്ലാസ് എന്തുകൊണ്ടും വളരെ വ്യത്യസ്തമായിരുന്നു. ആക്ച്വലി സംശയങ്ങളെല്ലാം ഒരുവിധം ദൂരീകരിക്കപ്പെട്ടു. പിന്നെ ഇന്നിവിടെ കൂടിയിരിക്കുന്ന ബാക്കി എല്ലാവർക്കും IFPHന്റെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ഡോക്ടർ മറിയാമ്മയ്ക്ക് പ്രത്യേകം നന്ദി. ഡോക്ടർ നന്ദി ഡോക്ടറെ. എന്തായാലും നമ്മുടെ 2081 പ്രതിദിന സൂം വെബിനാർ വളരെയധികം ഭംഗിയായി നടന്നു. ഇന്നത്തെ ഈ ക്ലാസ് നമുക്ക് നൽകിയ ഡോക്ടർ PY സജിമാന് പ്രത്യേകം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അടുത്ത വിഷയമായിട്ട് എത്രയും വേഗം വരണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. 2081 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.